നമസ്കാരം, ഞാൻ ദേവപ്രിയ. വാർത്തകൾ വിശദമായി. വിദ്യാലയത്തിലെ തിരക്കേറിയ ഒരാഴ്ച കൂടി കടന്നു പോയിരിക്കുകയാണ്. അക്കാദമിക പ്രവർത്തനങ്ങളെല്ലാം മഴയൊന്ന് മാറിയപ്പോഴേക്കും തടസ്സമൊന്നുമില്ലാതെ മുന്നോട്ടു പോയി. തിങ്കളാഴ്ച ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിയത് ലഹരി മാറ്റിവെക്കേണ്ട ഒന്നാണെന്ന് കുട്ടികളെ ഓർമ്മിപ്പിക്കുന്നു. സ്കൂൾ തല മേളകളുടെ നടത്തിപ്പുകൾ ഈ ആഴ്ച തന്നെയായിരുന്നു. പ്രവൃത്തി പരിചയ മേളയുടെ വിവിധ ഇനങ്ങൾ 3 ദിവസങ്ങളിലായി നടന്നപ്പോൾ നിരവധി കലാകാരന്മാരെ കണ്ടെത്താൻ വിദ്യാലയത്തിനായി. ഇതിനോടൊപ്പം തന്നെ ശാസ്ത്രബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ശാസ്ത്രമേളയും വിദ്യാലയ അന്തരീക്ഷത്തെ ഊർജ്ജസ്വലമാക്കി. ഈ മേളകളിൽ മാറ്റുരച്ച മുഴുവൻ കുട്ടികളും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. മേള കാഴ്ചകളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. ആഴ്ചത്തെ മറ്റൊരു വർണ്ണശബളമായ ദിനമായിരുന്നു സ്വാതന്ത്ര്യ ദിനം. പ്രൗഢഗംഭീരമായ പരിപാടികളോടുകൂടി സമത്വവും സാഹോദര്യവും ഊട്ടിയുറപ്പിച്ച് ഒരു സ്വാതന്ത്ര്യ ദിനം കൂടി കടന്നുപോയി. ആ നിമിഷങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഹലോ കൂട്ടുകാരെ, എന്റെ പേര് ആരാധ്യ അനീഷ്. ഞാൻ 7A പഠിക്കുന്നു. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ചെറിയ മാജിക്കുമായിട്ടാണ്. നിങ്ങൾ എന്റെ കയ്യിൽ 2 ഗ്ലാസുകൾ കാണുന്നുണ്ടല്ലോ. ഒന്നിൽ ഒഴിഞ്ഞ ഗ്ലാസും മറ്റൊന്ന് പതിമുഖ വെള്ളമുള്ള ഗ്ലാസുമാണ്. ഇവ രണ്ടും ഉപയോഗിച്ചാണ് ഞാൻ ഇന്ന് പരീക്ഷണം ചെയ്യുന്നത്. പതിമുഖ വെള്ളം നമുക്ക് ഒഴിഞ്ഞ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ആബ്രാകഡാബ്ര, ആബ്രാകഡാബ്ര. കൂട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ? ആബ്രാകഡാബ്ര, ആബ്രാകഡാബ്ര. കൂട്ടുകാരെ, നിങ്ങൾ കണ്ടോ? പതിമുഖ വെള്ളം മഞ്ഞ നിറമായി മാറി. ഈ കൊച്ചു പരീക്ഷണത്തിന് പിന്നിലുമുണ്ട് കേട്ടോ ചില ശാസ്ത്ര തത്വങ്ങൾ. നിങ്ങൾ കാണുന്നതിന് മുൻപേ ഈ ചെറിയ ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് നാരങ്ങ വെള്ളം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പതിമുഖ വെള്ളം നാരങ്ങാ നീരൊട്ടിച്ച ഗ്ലാസ്സിലേക്ക് ഒഴിച്ചപ്പോഴാണ് നമുക്ക് ഇതുപോലെ ഇളം മഞ്ഞ നിറം ലഭിച്ചത്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ചെറുനാരങ്ങ നീര് ഒരു ആസിഡ് സ്വഭാവമുള്ള പദാർത്ഥമാണ്. പതിമുഖ വെള്ളം ഒരു പ്രകൃതിദത്ത സൂചകവുമാണ്. ആസിഡ് സ്വഭാവമുള്ള പദാർത്ഥങ്ങളിൽ പതിമുഖ വെള്ളം ചേർത്തപ്പോഴാണ് നിങ്ങൾ ഈ കണ്ടതുപോലെ ഇളം മഞ്ഞ നിറം ലഭിച്ചത്. ഞാൻ ഈ ചെയ്ത കൊച്ചു പരീക്ഷണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ. Hello guys, today let me tell you about the facts about the snake. Snakes are green, yellow, blue and other colors like purple. And look, a green snake. It has yellow stripes. And snakes can be any color other than this color. So let's dive in the facts about snakes. Snakes are amphibians, which means they can swim and both stay on land for about one minute. And snakes have eyes that are brown with black in it. Sometimes there's more color, but that's a famous snake eye coloring. And that's not all. Snakes, you can describe the snake by its head. If it's venomous, if you want to describe if the snake is venomous or not,
Look at it. If its head is triangular, it is a venom. Or it is smoother than triangle, it's not venomous. But all snakes, including the normal snakes that don't bite you, don't actually look like a venomous snake. You see, when venomous snakes look like this, with their fangs sewed out, with yellow drops of water coming out of them. So snakes are in any color. And we learned that snakes can have parasites in its fur. And snakes can be distinguished by their coloration. If it's colorful, it may be the milk snake or the coral snake. They are both the milk snake is a copycat copying the coral snake. They look just like the coral snake, but they're not venomous. So in nature, they disguise as other creatures with venom. And so snakes can be any color. And snakes even have something to do with their eyes. When the sand viper, which has sand like sharp points on its top of its eyes. So snakes can be in water and in green. And they sometimes disguise and blend in with their surroundings. Okay? Bye bye.